നമസ്കാരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കവേ ജനറൽ സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കരുതെന്ന സമസ്ത മുഷാവറ അംഗം ഉമൈർ ഫൈസി മുക്കത്തിന്റെ വിവാദ പ്രസ്താവന സമസ്തയ്ക്കുള്ളിൽ വലിയ ഭിന്നതയ്ക്ക് വഴി തുറക്കുന്നു. ഉമർ ഫൈസിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് രംഗത്തെത്തിയതോടെ സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര കലഹം പരസ്യമായിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളാണെന്നും അതിന്റെ ഗുണദോഷങ്ങൾ ആലോചിക്കേണ്ടത് പാർട്ടികളാണെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. മതത്തിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും കാഴ്ചപ്പാടുകൾ ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്തമായിരിക്കാമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അനവസരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി സമസ്തയെ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന കർക്കശമായ മുന്നറിയിപ്പാണ് ജിഫ്രി തങ്ങൾ നൽകിയിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം വിവാദങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും വ്യക്തിഹത്യയിൽ നിന്നും വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉമൈർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന ലീഗ് വിരുദ്ധ ചേരിയെ സഹായിക്കാനാണെന്ന വിമർശനവും ശക്തമായിരിക്കുകയാണ്. ഇഘട്ടത്തിലാണ് തങ്ങളുടെ ഇടപെടൽ. സംസ്ഥയുടെ ഔദ്യോഗിക നിലപാട് പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങൾ ഇടപെടുക എന്നതല്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ സംഘടനയുടെ നിഷ്പക്ഷ മുഖം കാത്തുസൂക്ഷിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സംസ്ഥയിലെ തന്നെ മറ്റൊരു പ്രമുഖ നേതാവായ നാസർ ഫൈസി കൂടത്തായും ഉമർ ഫൈസിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുസ്ലിം ലീഗിന് നേരെ മാത്രം തൊടുക്കുന്നത് രാഷ്ട്രീയ തിമിരമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ലീഗിനെ ഉപദേശിക്കണമെങ്കിൽ അത് പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം, അല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടൊരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് ശരിയല്ല. ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരുപോലെ വേണമെന്നും നാസർ ഫൈസി ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ പാർട്ടികളടക്കം വനിതകളെ മത്സരിപ്പിക്കുമ്പോൾ ലീഗിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ ഇരട്ടത്താപ്പാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സമസ്ത മുഷാവറയിലെ ഒരു വിഭാഗം CPM-നോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് വനിതാ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള ഈ തർക്കം മുറുകുന്നത്. ജനറൽ സീറ്റുകളിൽ വനിതകൾ മത്സരിക്കുന്നത് മതവിരുദ്ധമാണെന്ന ഉമർ ഫൈസിയുടെ വാദം പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ തിരിച്ചടിയാകുമെന്നും ലീഗ് നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ജിഫ്രി തങ്ങളുടെ നിലപാടിന് ലീഗിന് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. വനിതാ സംവരണവും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തവും ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുമ്പോൾ സമസ്തയെപ്പോലുള്ള ഒരു പണ്ഡിത സഭയ്ക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന ഈ വിരുദ്ധ സ്വരങ്ങൾ പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ മികച്ച ഭരണം കാഴ്ചവെക്കുമ്പോൾ നിയമസഭയിലേക്ക് അവരെ തടയുന്നത് എന്തിനാണെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും മറ്റും ശക്തമാണ്. മതപരമായ ചട്ടക്കൂടുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമാകരുതെന്ന നിലപാടിലേക്ക് സമസ്തയിലെ ഒരു വലിയ വിഭാഗം മാറുന്നതിന്റെ സൂചനയായാണ് ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയെ നിരീക്ഷകർ കാണുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്തരം വിവാദങ്ങൾ ഇടയാക്കുമെന്ന ആശങ്കയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ട്. വനിതാ വോട്ടർമാർക്കിടയിൽ ഈ പ്രസ്താവന അവമതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് LDF-ഉം UDF-ഉം ഒരുപോലെ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങളെപ്പോലുള്ള ഉന്നത നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത് വിവാദം തണുപ്പിക്കാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഉമൈർ ഫൈസി മുക്കത്തെ പോലുള്ളവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് താഴെത്തട്ടുള്ള പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നു.